ഞാൻ തുറന്ന് പറയാം, വ്ളോഗ് നടക്കാത്തതെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരൊറ്റ ഞാൻ കാരണമാണ് ആ വ്ളോഗ് നടക്കാത്തത്. കാരണം ഇപ്പം എനിക്ക് വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അതായത് ഞാൻ ഇത് ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒന്നീ പോഡ്കാസ്റ്റിൽ പറഞ്ഞാണോ അല്ലെങ്കിൽ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞതാണ്. അതായത് ഞാനന്ന് എന്തോ വാശിപ്പുറത്ത്, ഞാൻ സാധാരണ അച്ഛൻ ഡ്യൂട്ടിക്ക് പോകുന്ന ദിവസമല്ല ഞാൻ താഴെയാണ് കിടക്കുന്നത്. അപ്പം ഞാൻ അങ്ങനെ ഒരു ദിവസം താഴെ വന്ന് കിടന്നു. അമ്മയായിട്ട് വഴക്കായി ഇത് എന്തോ കാര്യത്തിന്. അപ്പം ഞാൻ ആ വാശിപ്പുറത്ത് ഒരു 10-11 മണിയായി കാണും. എന്നിട്ട് ഞാൻ നേരെ വന്ന് നമ്മുടെ സെറ്റിയിൽ കിടന്നു. അതായത് ഒരു തലോണയും ഒരു പുതപ്പും അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ കിടന്നു. അത് അല്ല, കൈയൊക്കെ നേരെ വെച്ചിട്ടുണ്ട്, അതേപോലെ കിടന്നു ഞാൻ. സംഭവം എനിക്ക് പറ്റിയതെന്ന് വെച്ചാൽ, ഞാൻ ഉറക്കത്തിലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ സംഭവിച്ചെന്തെന്ന് വെച്ചാൽ, എന്നെപ്പോലെ ഒരു രൂപം മുമ്പ് എൻ്റെ കറക്റ്റ് സ്ട്രെയിറ്റ് ഫിത്തിയാണ്. അപ്പം എനിക്ക് അറിയത്തില്ല എന്താ നടക്കുന്നതെന്ന്. ഇപ്പം കണ്ണ് തുറന്നിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ കണ്ണ് വേണമെങ്കിൽ ഇങ്ങനെ അനങ്ങും. പക്ഷേ അല്ലാതെ നോക്കുവാണെങ്കിൽ എനിക്ക് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. എൻ്റെ കറക്റ്റ് ഞാൻ ഇങ്ങനെ കിടക്കുന്നതിൻ്റെ എൻ്റെ തൊട്ട് ബാക്കിൽ ഒരു രൂപം എന്നേ പറയാൻ പറ്റും. ഞാൻ ഇങ്ങനെ തിരിഞ്ഞ് നോക്കിയിട്ടില്ല, പക്ഷേ എനിക്ക് ആ രൂപം മുമ്പിൽ കാണാൻ പറ്റുന്നുണ്ട് എങ്ങനെയാണെന്ന്. അത് ഏകദേശം എന്നെ പോലെയൊക്കെ തന്നെ, പിന്നെ ഇരുട്ടായതുകൊണ്ട് ഭയങ്കര നിഴലായ രീതിയിലേ കാണാൻ പറ്റുള്ളൂ. അപ്പം ഈ സംഭവം എന്ന് പറയുമ്പം ഒരുപക്ഷെ ഇത് വന്നിട്ടുള്ളവർ ചിലർക്കെല്ലാം പാനിക് അറ്റാക്ക് ആയിട്ട് അവർ ഡെഡ് ആയിട്ടുണ്ട്, അവർ മൊത്തം അടിച്ചു പോയിട്ടുണ്ട്. അതായത് ചിലർക്ക് ഇതൊക്കെ വന്നാൽ താങ്ങത്തില്ല, അവരെ ഹൃദയമൊക്കെ ഭയങ്കര ലോല ഹൃദയമായിരിക്കും. അപ്പം അത് താങ്ങാതെ ചിലർ മരിച്ചു. സീരിയസ് ആയിട്ട് ഞാൻ പറയുകയാണ്, ചിലർ മരിച്ചു ഇതൊക്കെ വന്നാൽ. ഇത് 1-2 തവണ 3-4 തവണയൊക്കെ വരുന്നവരൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർക്ക് നമുക്ക് ആ ഒരു സ്റ്റേജിൽ നമ്മൾ എത്ര ധൈര്യശാലിയാണെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് ജസ്റ്റ് നമ്മുടെ ലിപ്പ്, അതായത് നമ്മുടെ ചുണ്ടനക്കാൻ പോലും പറ്റത്തില്ല. ആ ഒരു സ്റ്റേജായിപ്പോൾ. അതായത് എനിക്കെന്ന് പറ്റിയെന്ന് പറയുമ്പോൾ ബാക്കിൽ ആരോ ഉണ്ട്. ഞാനിങ്ങനെ കൈ എടുത്ത് പൊക്കി അമ്മ എന്ന് വിളിക്കുന്നുണ്ട്. എൻ്റെ മനസ്സിലാണ് ഞാൻ വിളിക്കുന്നത് അമ്മ എന്ന്. പക്ഷേ ഈ സംഭവം അവിടെ യാതൊരു ശബ്ദവും നടക്കുന്നില്ലെന്നും, അതും കൂടാതെ യാതൊരു ശബ്ദവും നടക്കുന്നില്ല എന്നും, അതുകൂടാതെ അവിടെ ആരും ഇല്ലെന്ന് എനിക്ക് തോന്നി. പക്ഷേ ഈ സംഭവം നിഴല് പോലത്തെ ഒരു സാധനം ബാക്കിലുണ്ട്. തൊട്ട് സൈഡിൽ, എൻ്റെ വലത്തെ സൈഡിലെ കറക്റ്റ് റൂമിലെന്ന് പറഞ്ഞാൽ ചേട്ടനാണ്. അപ്പം എനിക്ക് എപ്പോൾ വേണോ ചേട്ടനെ വിളിക്കാം, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചേട്ടാന്ന് ഉറക്കെ വിളിച്ചാൽ മതി. ഞാൻ മനസ്സിൽ ഇങ്ങനെ വിളിക്കുന്നുണ്ട്, പക്ഷേ സംഭവം എൻ്റെ വായിന്നോ എൻ്റെ പെറോ അനങ്ങുന്നില്ല. ജസ്റ്റ് നമ്മൾ യഥാർത്ഥത്തിൽ ഉറങ്ങുന്നത് എങ്ങനെയാണ് അതുപോലെ കിടക്കുവാണ്. ശ്വാസം മാത്രമുണ്ട്, അതുപോലെ കിടക്കുവാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഈ സ്റ്റേജ് വന്നാൽ ഞാൻ ഇത് ചിലർക്കൊക്കെ പറഞ്ഞപ്പോൾ അവർ ഭയങ്കര ഒരു കളിയാക്കി കേട്ടോ. അതുകൊണ്ട് കൂടിയാണ് എനിക്ക് ഈ വീഡിയോ ചെയ്യണം എന്ന് തോന്നിയത്. ഇപ്പോൾ സംഭവം ഇത് വന്നാൽ പിന്നെ നമുക്ക് ഭയങ്കര പേടിയല്ല, നമുക്ക് പ്രേതം ഉണ്ടെന്നും അല്ല, ഇല്ലെന്നും ഞാൻ പറയുന്നില്ല. പ്രേതം ഒരു പക്ഷേ കാണും, ബിക്കോസ് പോസിറ്റീവ് എനർജി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു നെഗറ്റീവ് എനർജി കാണുന്നതായിരിക്കും. അപ്പം പ്രേതം ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ഈ സംഭവം വന്ന ജീവിതത്തിൽ കുറച്ച്, അതായത് കൂടിപ്പോയ ഒരു മാക്സിമം കൂടിപ്പോയ ഒരു 2 to 4, മാക്സിമം 4 തവണയൊക്കെ വരത്തുള്ളൂ ഈ സാധനം എൻ്റെ ഒരു അറിവിൽ. അപ്പം ഈ സാധനം വന്നാൽ എനിക്ക് ഭയങ്കര ഒരു പേടിയായി ചേട്ടാ. പേടിയായെന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യണം. കുറച്ച് നേരം ഒരു 10 സെക്കൻഡ് മാത്രമാണ് എനിക്ക് ഈ അനുഭവപ്പെട്ടത്. ആ ഒരു 10 സെക്കൻഡിലാണ് ഇത്രയൊരു കാര്യം എനിക്ക് അറിയാൻ പറ്റിയത്. പുറകിൽ ആളുണ്ടെന്നും എൻ്റെ കൂടെ ആരോ സംസാരിക്കുന്നതായിട്ടും എന്നെ പിടിച്ച് വലിക്കുന്നതായിട്ടും എന്നെ ഉപദ്രവിക്കുന്നതായിട്ടും എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞാൽ ഈ ജസ്റ്റ് ഒരു 10 സെക്കൻഡിലാണ് എനിക്ക് തോന്നിയത്. നിങ്ങളൊരു പക്ഷേ ഇത് വിശ്വസിച്ചില്ല എന്ന് വരാം, പക്ഷേ ഇത് സയൻസ് തെളിയിച്ചൊരു സാധനമാണ് സ്ലീപ്പ് പാരാലിസിസ് എന്ന് പറയുന്നൊരു സാധനം ഉണ്ടെന്ന്. ഞാൻ ഉടനെ ആ 10 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു ബോധമില്ല. ഞാൻ നേരെ എണീച്ച് പോയി മെയിൻ ഹാളിലും കൂടെ ആയതുകൊണ്ട് നല്ല പേടിയാവും കേട്ടോ. ഇപ്പം നല്ലൊരു മിന്നൽ നല്ല പേടിയാവും കേട്ടോ. മെയിൻ ഹാളിലും കൂടെ കിടക്കുന്നുണ്ട്. അപ്പം ഞാനാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതെല്ലാം വലിച്ചു ഇറക്കി എടുത്ത് ഓടി റൂമിൽ വന്ന് കതടച്ച് തറയിൽ പായം വിരിച്ച് ഫുള്ള് പൊതിഞ്ഞ് കിടന്ന്. രാവിലെ ഇപ്പം സാധാരണ ആൾക്കാരാണെങ്കിൽ എണീക്കുമ്പോൾ കുറച്ച് വൈകും, അതായത് വിയർത്ത് കുളിച്ച് എന്തോ സ്വപ്നം കണ്ടെന്നൊക്കെ പറഞ്ഞ് രാവിലെ വിളിച്ച് പറയും. പക്ഷെ ഞാൻ ഇത് രാവിലെ എണീച്ച് അമ്മയോട് പറഞ്ഞ് കേട്ടില്ല, ചേട്ടനോട് പറഞ്ഞ് കേട്ടില്ല, അച്ഛനോട് പറഞ്ഞ് കേട്ടില്ല, എൻ്റെ ഫ്രണ്ട്സിനോട് വരെ ഞാൻ പറഞ്ഞു. ഇതുണ്ടായത് ഈ വർഷമൊന്നുമല്ല, കുറേ കാലങ്ങളെന്ന് പറഞ്ഞാൽ കുറേ വർഷങ്ങളായി, ഒരു 2-3 വർഷങ്ങളായി കാണും. അപ്പം ഇവരാരും വിശ്വസിച്ചിട്ടില്ല. പക്ഷേ എനിക്കറിയാം ആ സ്റ്റേജ്
ഒരുപക്ഷെ ചിലർക്കെങ്കിലും വന്ന് കാണും. ആ വന്നിട്ടുള്ളവർ ജസ്റ്റ് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഓക്കെ, അപ്പോൾ പതിവ് പോലെ പറയുന്ന പോലെ ഞാൻ പറയുവാണ്, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കണും കൂടി ഉണ്ടെങ്കിൽ തൊട്ടടുത്ത് ബെല്ലൈക്കൺ എന്തായാലും കാണും. അപ്പം അത് എനേബിൾ ചെയ്ത് ഓൾ ഓപ്ഷൻ ആക്കിയിടുക. എന്നാൽ ഞാൻ ഇനി മുതൽ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്ലീപ്പ് പാരാലിസിസിനെ കുറിച്ചായിരുന്നു. ഞാൻ തുറന്ന് പറയാം, വ്ളോഗ് നടക്കാത്തതെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരൊറ്റ ഞാൻ കാരണമാണ് ആ വ്ളോഗ് നടക്കാത്തത്. കാരണം എൻ്റെ ഒരു ചെറിയ ഞാൻ അന്ന് നമ്മൾ പുറത്ത് പോകാൻ നേരത്ത് എനിക്ക് ഭയങ്കര തണുപ്പായിരുന്നു. രാവിലെ കുളിച്ചില്ല. ഓക്കെ, അത് ബാക്കി എല്ലാവരും റെഡി ആയിക്കുവാണ്. ഞാൻ രാവിലെ കുളിച്ചില്ല. അങ്ങനെയാണ് ഞാൻ കാർ കയറിയിരുന്നത്. അങ്ങനെ ഞാനും അച്ഛനും തമ്മിൽ കുറച്ച് വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടായി. അതുകൊണ്ട് ആണ് വ്ളോഗ് എടുക്കാനുള്ള മൂഡ് പോയത്. പിന്നെ വ്ളോഗ് എടുത്തില്ല. ഓക്കെ, അപ്പോൾ എനിവേ അതായിരുന്നു വ്ളോഗ് എടുക്കാൻ പറ്റാത്തതിൻ്റെ കാരണം. ഇൻസ്റ്റയിൽ ഞാൻ സ്റ്റോറി അപ്പം ഇടുന്നുണ്ട്. ഓക്കെ, എനിവേ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുവാണ്. ടു ടൈം സൈനിങ് ഓഫ് വ്ളോഗർ പീപ്പിൾ കോൾ മീ VK. ഇത് അനുഭവപ്പെട്ടിട്ടുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ. ഓക്കെ, ബൈ.